നമസ്കാരം. എഡ്ജിൻ്റെ GK ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫി പാർട്ടിലെ നദികൾ എന്ന ടോപ്പിക്കാണ്. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയൻ നദികളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഹിമാലയൻ നദികളുടെ സവിശേഷതകൾ നോക്കാം. ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലകളിൽ നിന്നാണ്. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന മഹാനദികളാണ് ഹിമാലയൻ നദികൾ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ സിന്ധു നദിയുടെ സവിശേഷതകൾ നമുക്ക് ചർച്ച ചെയ്യാം. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ്. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അഥവാ നദി എന്നാണ്. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ്. ഇതിൽ 709 കിലോമീറ്റർ ദൂരം മാത്രമേ ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്നുള്ളൂ. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. ഇനി നമുക്ക് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധു തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനമാണ് സിന്ധുവിൻ്റേത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും സിന്ധു തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയും മാത്രമാണ് സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ പട്ടണം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയും സിന്ധു തന്നെയാണ്. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. സിന്ധു നദി നംഗ പർവ്വതത്തിനു സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളാണ് ബിയാസ്, രവി, ഝലം, സത്ലജ്, ചിനാബ്. ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ നദികളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായും ഹിമാലയൻ നദിയായ സിന്ധുവിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. സിന്ധു നദിയുടെ ഉത്ഭവം മാനസ സരോവറിനടുത്തുള്ള ബൊക്കാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ്. സിന്ധു എന്ന സംസ്കൃത പദത്തിനർത്ഥം സമുദ്രം അഥവാ നദി എന്നാണ്. സിന്ധുവിൻ്റെ ആകെ നീളം 2880 കിലോമീറ്ററും അതിൽ 709 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. ഇനി സിന്ധു നദി ഒഴുകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്. സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ പട്ടണം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും സിന്ധുവാണ്. ഇനി സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? അത് നംഗ പർവ്വതത്തിന് സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ബിയാസ്, രവി, ഝലം, സത്ലജ്, ചിനാബ്. അടുത്ത ക്ലാസ്സിൽ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ വീഡിയോകൾക്കായി എഡ്യൂഎഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. PDF നോട്ടുകൾക്കായി എഡ്യൂഎഡ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക.